പ്രതിപക്ഷ എതിർപ്പ് മറികടന്ന് FCRA ബിൽ JPCക്ക് വിട്ട് ലോക്സഭ. ഭേദഗതി പാടില്ലെന്ന് വീണ്ടും കോൺഗ്രസ്. ന്യൂനപക്ഷ ക്ഷേമമാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങളിലെല്ലാം ചർച്ചയ്ക്ക് തയ്യാറെന്ന് അമിത്ഷാ. പാർലമെന്റിൽ വന്ന് മറുപടി പറയണമെന്ന് രാഹുൽ ഗാന്ധി. ജോൺ ബ്രിട്ടാസിനെതിരായ BJP MPയുടെ ലുങ്കിവാല വിളിയെ ചൊല്ലി രാജ്യസഭയിൽ പ്രതിഷേധം. ലുങ്കിവാല പ്രയോഗം നടത്തിയത് സുഷ്മിത ദേവ്. ഇരുവരുടെയും ഭാഗങ്ങൾ ചേംബറിലെത്തി അവതരിപ്പിക്കാൻ അവസരം നൽകി സഭാധ്യക്ഷൻ. ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിനെതിരെ പ്രമേയം പാസാക്കി തമിഴ്നാട് നിയമസഭ. അടുത്ത തെരഞ്ഞെടുപ്പിൽ 33% സ്ത്രീ സംവരണം നടപ്പാക്കണം. സ്ത്രീ സംവരണം ഇളവല്ല, സാമൂഹിക നീതിയാണെന്നും മുഖ്യമന്ത്രി C. ജോസഫ് വിജയ്. മെസ്സി വിവാദത്തിൽ ആരോപണങ്ങൾ കടുക്കുന്നു. മുൻ സർക്കാരിന്റെ കാലത്തെ നീക്കങ്ങളിൽ അടിമുടി ദുരൂഹതയെന്ന് കായിക മന്ത്രി OJ ജനീഷ്. മുൻ മന്ത്രി അബ്ദുൾ റഹ്മാന്റെ നീക്കങ്ങൾ സംശയകരം. ചില കാര്യങ്ങൾ മാത്രമേ തനിക്ക് അറിയൂവെന്നും മുഖ്യമന്ത്രി. മുൻ സർക്കാരിന് വ്യക്തത ഉണ്ടായിരുന്നെന്ന് സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ. ഇടുക്കി ഇടമലക്കുടിക്കാരുടെ ദുരിതത്തിന് അറുതിയില്ല. വയോധികനെ ആശുപത്രിയിൽ എത്തിച്ചത് കമ്പിൽ തുണികെട്ടി കിലോമീറ്ററുകളോളം ചുമന്നു. കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ സാധ്യമായതെല്ലാം ചെയ്തെന്ന് തിരുവനന്തപുരം കളക്ടർ. കുടുംബങ്ങൾക്ക് പരമാവധി നഷ്ടപരിഹാര തുക നൽകും. മത്സ്യത്തൊഴിലാളി വിഷയത്തിൽ സർക്കാരിനെ കടന്നാക്രമിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മരണക്കണക്ക് വെച്ചുള്ള താരതമ്യം ഹൃദയശൂന്യത. അർജുൻ ആയങ്കിയെ പൂട്ടിട്ട് മുറുക്കി പോലീസ്. ആയങ്കിയുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു. ആഭ്യന്തരമന്ത്രിക്കെതിരായ പോസ്റ്റിട്ട ഫോണെന്ന് സംശയം. ഫോൺ കണ്ടെടുത്തത് അഭിഭാഷകയുടെ വീടിനടുത്ത് നിന്ന്. ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണൻ സാമ്പത്തിക തട്ടിപ്പ് ആരോപണ കുരുക്കിൽ. 8 ലക്ഷം രൂപ പറ്റിച്ചുവെന്ന് സഹതാരം ലക്ഷ്മി. സുഹൃത്തിന്റെ 45 ലക്ഷവും തട്ടിയെടുത്തു. തെളിവായി വീഡിയോകളും പുറത്ത്. KV ഗണേഷ് കുമാറിന്റെ ആരോപണങ്ങൾക്ക് മയപ്പെട്ട് സുകുമാരൻ നായരുടെ മറുപടി. തന്റെ ഭാഗത്ത് വീഴ്ചയില്ല, അഴിമതി ഉണ്ടെങ്കിൽ കേസ് കൊടുക്കട്ടെ എന്ന് NSS ജനറൽ സെക്രട്ടറി. പിതൃക്കൾക്ക് ബലിയിട്ട് ആയിരങ്ങൾ. ക്ഷേത്രങ്ങളിലേക്കും സ്നാനഘട്ടങ്ങളിലേക്കും വിശ്വാസി പ്രവാഹം. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ നിന്ന് വനപാലകർക്ക് അത്ഭുത രക്ഷപ്പെടൽ. കലിപൂണ്ട ആനയ്ക്ക് മുന്നിൽപ്പെട്ടത് ബീറ്റ് ഓഫീസർമാർ. ഇടുക്കി വണ്ടിപ്പെരിയാർ ജനവാസ മേഖലയിൽ കാട്ടാന ആക്രമണം. ഏക്കർ കണക്കിന് ഏലം കൃഷി നശിപ്പിച്ചു. തിരുവനന്തപുരത്ത് ചിലയിടങ്ങളിൽ നാളെ വെള്ളം മുടങ്ങും. പേരൂർക്കട ഒബ്സർവേറ്ററി ഐരാണിമുട്ടം ടാങ്കുകളിൽ നിന്നുള്ള വിതരണം തടസ്സപ്പെടും. ജലവിതരണം മറ്റന്നാൾ പുനഃസ്ഥാപിക്കുമെന്ന് വാട്ടർ അതോറിറ്റി. കൊട്ടാരക്കര മൈലത്ത് KSRTC ബസ്സും ലോറിയും കൂട്ടിയിടിച്ച അപകടം. ഡ്രൈവർ അടക്കം 9 പേർക്ക് പരിക്കേറ്റു. പത്തനംതിട്ട കോന്നിയിൽ ടിപ്പർ ലോറിക്ക് തീപിടിച്ചു.